ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർണയുടെ വീഡിയോ ആണ്. നമ്മുടെ ഗുഡ്വിൽ എന്ന് പറയുന്ന വലിയൊരു സ്റ്റോർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവരുടെ ഡെയിലി വെയർ കളക്ഷൻ വരുന്ന ഒരു സ്റ്റോറിൻ്റെ പേരാണ് ഓർണ. ഇവിടെ കോൺവെൻറ്റ് ജംഗ്ഷനിൽ, എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് ഈ ഒരു സ്റ്റോർ വരുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കളക്ഷനാണ് ഇന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫേക്ക് ഫ്ലവേഴ്സൊക്കെ നമ്മുടെ ഭരതനാട്യം അതുപോലത്തെ ഡാൻസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് കുറവിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത് ഇയർ റിംഗ് സെക്ഷനാണ്. കാരണം ഞങ്ങൾ പോയിരുന്നത് ഇയർ റിങ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെയാണ് കൂടുതലും വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് നോക്കിയിട്ടാണോ നിങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇയർ റിങ്സ്? എന്തായാലും ആ ഡ്രസ്സും കൊണ്ട് ഈ ഓർണയിലേക്കൊന്ന് പോയി നോക്കൂ. അവിടെ എന്താണെങ്കിലും അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും. കാരണം അത്രമാത്രം കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. ഗോൾഡോ സിൽവറോ, ഓക്സിഡൈസ്ഡ് ഗോൾഡോ, അല്ലെങ്കിൽ പ്യുവർ ഗോൾഡ് കളറിലുള്ളതോ, അല്ലാന്നുണ്ടെങ്കിൽ റോസ് ഗോൾഡ് കളറോ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അതല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് മീനാക്കാരി മോഡലുള്ള ഒരു ജിംക്കയാണോ, അല്ല ഒരു പാർട്ടി വെയർ വൈബ് കിട്ടുന്ന ഒരു ഇയർ റിങ്സ് ആണോ, ലോങ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയർ റിംഗ് ആണോ, എന്തോ ആയിക്കോട്ടെ, എല്ലാം അവിടെ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയർ റിങ്സ് മാത്രമല്ല, ട്രഡീഷണൽ രീതിയിലുള്ളതും പിന്നെ കാഷ്വൽ വെയറും പാർട്ടി വെയറും, അങ്ങനെ എന്ത് ഫംഗ്ഷൻ ഇടാൻ പറ്റുന്നതാണെങ്കിലും അതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള മാലയും കമ്മലും പിന്നെ അതിന് പറ്റുന്ന എന്തോ ആയിക്കോട്ടെ, ഹെയർ ആക്സസറീസോ എല്ലാം അവിടെ ഉണ്ട്. ഒരു 2-3 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു കട വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കേട്ടതും കേൾക്കാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ, ഈ ചെറിയ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെയുള്ളത്, അത് കണ്ടു. പിന്നെ നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ പറ്റുന്ന ഇതുപോലത്തെ ഒരുപാട് കാശിമാല, പിന്നെ അത് മാത്രമല്ല ലക്ഷ്മി മാല, പിന്നെ കോറലിൻ്റെ നെക്ലസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഒന്നും റേറ്റ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പറ്റാവുന്നതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാം. പിന്നെ എന്നോട് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മംഗൾസൂത്രിൻ്റെ ഒക്കെ എവിടെ കിട്ടും എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഇവിടെ കുറേ വെറൈറ്റീസ് ഞാനതിൽ കണ്ടു. ഈ കാണുന്നതും നെക്ലസ് ആണ്. ഞാൻ ആദ്യം പാദസരമാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതും നെക്ലസ് ആണ് കേട്ടോ. ഇവിടെ ഡെയിലി വെയർ അല്ലാതെ കുറച്ച് പ്രീമിയം കളക്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ജുംക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന, ബ്രൈഡ്സിനും അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സിനും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. അല്ലാതെ നമ്മൾ ഫോട്ടോഷൂട്ടിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്ന ഓർണമെൻറ്റ്സ് ആണ് ഞാനിതിൽ കണ്ടത്. ഫോട്ടോഷൂട്ടിനൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം ഇതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, പ്രീമിയം ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർണമെൻറ്റ്സ് മേടിച്ചാൽ പിന്നെയും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇതിട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ അല്ല എന്ന് ആരും പറയില്ല. അത്രയും അടിപൊളിയായിട്ടാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ ഭീമയിലൊക്കെ നമ്മൾ ആഡിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ അടിപൊളി രീതിയിലുള്ളതാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ കുറച്ചും കൂടി കളറ് വ്യത്യസ്തമായിട്ട് തോന്നും, പക്ഷേ കറക്റ്റ് നമ്മൾ കണ്ടു കഴിയുമ്പം നേരിട്ട് കാണുമ്പോഴേക്കും കറക്റ്റ് ഗോൾഡിൻ്റെ ആ ഒരു ഫിനിഷിൽ തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആൻറ്റിക് ഗോൾഡ് ആ ഒരു ഫിനിഷിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. ഒരുപാട് കാത് കുത്തുന്ന ഇപ്പോൾ ഒരു ട്രെൻഡല്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഒരേ പാക്കിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കമ്മൽ വരുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഒറ്റ സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തേക്ക് ഞാൻ കണ്ടിരുന്നു. അത് മാത്രമല്ല ഇവിടെ യുണീക്കായിട്ടുള്ള ഒരുപാട് പീസസ് ഞാൻ കണ്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രൈഡൽ വെയർ എന്ന് പറഞ്ഞത്, ഹെയർ ആക്സസറീസ്, അതിൻ്റെ കുറച്ചൊരു വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കല്യാണ സീസണൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഓർണമെൻറ്റ്സും ഒക്കെ തപ്പി നടക്കുമായിരിക്കും. നമ്മൾ ഗസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രൈഡ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഒരു അഫോർഡബിൾ ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിലും അഫോർഡബിൾ ആയിട്ട് നല്ല നല്ല ജ്വല്ലറി കിട്ടുന്ന ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ബാക്കിയുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കുമല്ലോ.
നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ജ്വല്ലറി ക്രേസ് ഉള്ളവരായിരിക്കും എനിക്ക് ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ജ്വല്ലറിയൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ വേറെയും ഷോപ്പിലൊക്കെ പോയിട്ട് ഇതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. കോൺവെൻറ്റ് ജംഗ്ഷനിലോ അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെയുള്ളതോ ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ അതും കൂടി അപ്ലോഡ് ചെയ്യാം. ഉർവശി കളക്ഷൻ ഒരെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ മാക്സിമം നേരത്തെ ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ പോയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഒരു വളയുടെയൊക്കെ കളക്ഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി പ്രീമിയമാണ്. 500 എബോവ് ആണ് മിക്കവാറും റേറ്റ് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ 1-2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ മുമ്പ് ഗുഡ്വില്ലിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ ഒന്നും കളർ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ആണെന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ ഉർവശിയിലെയും ഞാൻ ഒരുപാട് മേടിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പം അവിടത്തെയും നല്ല കളക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉർവശിയുടെ ഒരു വീഡിയോയും കൂടി ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.